ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം ഈ ദിവസങ്ങൾ നമ്മൾ അത് പഠിക്കുകയുണ്ടായല്ലോ. എന്നാൽ ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവത്തെ അറിഞ്ഞ് ഉയർത്തപ്പെട്ടവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്ന് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ നമ്മൾ എപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതം നയിക്കേണ്ടത്. പ്രത്യേകമായി നമ്മൾ ജോസഫിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പഠിക്കുകയുണ്ടായി. ദൈവത്തെ ചെറുപ്രായത്തിൽ അറിയുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും സവിശേഷതകളെയും മനസ്സിലാക്കിയ ജോസഫ് തൻ്റെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഒരിക്കൽ പോലും അതിൽ നിന്ന് പിന്മാറുകയോ ആ അറിഞ്ഞ നാമത്തിന് ദോഷമായി പ്രവർത്തിക്കുകയോ ചെയ്യാതെ തനിക്ക് ലഭിച്ച ദൈവീക ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ നിന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നതായ ഏറ്റവും വലിയൊരു സവിശേഷത തൻ്റെ സ്വഭാവം. കാരണം തനിക്ക് ശത്രുക്കൾ, തൻ്റെ സ്വന്തം സഹോദരങ്ങൾ പോലും ശത്രുക്കളായി മാറുമ്പോഴും തനിക്ക് ദൈവീകമായ ആ സ്വഭാവത്തെ മുറുകെ പിടിപ്പാനുള്ളതായ കൃപ ലഭിച്ചു എന്നുള്ളതാണ്. തൻ്റെ സഹോദരങ്ങളോട് അല്പം പോലും വിദ്വേഷമോ പരിഭവമോ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവമില്ലാതെ മുന്നേറുവാനായിട്ട് ജോസഫിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുമാത്രവുമല്ല, അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ താൻ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും ഈ സഹോദരങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ കൂടാതെ തന്നെ അതിനുശേഷം മിസ്രൈമിൽ ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അധിപതിയായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ക്ഷാമം ഉണ്ടായി. ഈ സഹോദരങ്ങൾ ഈ ജോസഫിൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിച്ച്, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുമ്പോഴും തൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഒരു പക്ഷെങ്കിൽ വേണമായിരുന്നെങ്കിൽ ജോസഫിന് തനിക്ക് അവരോട് പ്രതികാരം ചെയ്യാമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ പ്രതികാരങ്ങളുടെ ഒരു ലോകമാണ്. ചെറിയമായ ഒരു കാര്യങ്ങളിൽ പോലും ഒരു വാക്കുതർക്കമുണ്ടായാൽ അതിന് കാലങ്ങൾക്ക് ശേഷം പ്രതികാരം വീട്ടുന്നതായ ഒരു സമൂഹത്തിലാണ്. സഹോദരങ്ങളായിക്കൊള്ളട്ടെ, പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പ്രതികാര മനോഭാവത്തോടുകൂടി അത് മനസ്സിൽ വെച്ച് വർഷങ്ങൾക്ക് ശേഷം അതിന് പ്രതികാരം ചെയ്യുന്നതായ ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ജോസഫ് നമുക്ക് വലിയൊരു മാതൃകയാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ്റെ നാമത്തെ, ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നത് എന്ന് പറയുന്നത് ദൈവീക സ്വഭാവത്തെ സ്വന്തമാക്കുന്നതായ ഒരനുഭവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ ഏറ്റെടുക്കുന്നതായ ഒരനുഭവമാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതാണല്ലോ, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ സമസൃഷ്ടങ്ങളോട് പ്രതികാരം കാണിക്കുവാനല്ല, മറിച്ച് അവരെ അവരുടെ പ്രതിസന്ധികളിൽ ശത്രുക്കളെ സ്നേഹിപ്പാനായിട്ട് പഠിപ്പിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ ദൈവവചനം പഠിക്കുമ്പോൾ ഇന്നത്തെ ഈ പഠനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ, എന്നെ കേൾക്കുന്നതായ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലുമായിട്ട് കയ്പോ വിദ്വേഷമോ പിണക്കമോ പകയോ ഒക്കെ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഒരുപക്ഷേ അവർ നിങ്ങളോട് ചെയ്തതായ ചില പ്രവൃത്തികളായിരിക്കാം, അവർക്ക് നിങ്ങളോട് പറഞ്ഞ ചില വാക്കുകളായിരിക്കാം. അതൊക്കെ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ അത് ചില തകർച്ചകൾ വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ പ്രിയമുള്ളവരെ, ഉറപ്പ് വരുത്തുക, ഞാനും നിങ്ങളും ഒരു ദൈവത്തിൻ്റെ പൈതലാണ് എന്ന ഉറപ്പുണ്ടെങ്കിൽ, ഞാനൊരു ദൈവമകനാണ്, ദൈവമകളാണ് എന്ന ഉറപ്പ് ബോധ്യമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ജോസഫിൻ്റെ സ്വഭാവ സവിശേഷത നമ്മളിലേക്ക് കടന്നു വരണം. അവൻ്റെ നാമത്തെ നമ്മൾ അറിഞ്ഞു, ദൈവം നമ്മളെ ഉയർത്തി, പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, പ്രശ്നങ്ങളുണ്ടായി, പെട്ടെന്നൊന്നും ഉയരുവാനായിട്ട് കഴിഞ്ഞില്ല. ഒരു പക്ഷേങ്കിൽ വർഷങ്ങളെടുക്കും, മാസങ്ങളെടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവം ഉയർത്തി. ആ ഉയർച്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോഴും ഇവിടെ ജോസഫ് നമുക്ക് തരുന്ന ഏറ്റവും നല്ല ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, തൻ്റെ സഹോദരങ്ങൾ പ്രതികൂലങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലായി തൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ തൻ്റെ സഹോദരങ്ങളെ അവൻ തിരിച്ചറിഞ്ഞു.
നമ്മൾ ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം മുതൽ പഠിക്കുമ്പോൾ അത് കാണുവാൻ കഴിയുന്നു. തൻ്റെ സഹോദരങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷേ ജോസഫിനെ തൻ്റെ സഹോദരങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ ജോസഫ് എന്താ ചെയ്തത്? വേണമെന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് തകർക്കാമായിരുന്നു, അവർ ചെയ്തതായ പ്രവൃത്തികൾക്ക് പകരം വീട്ടാമായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്താൽ ഉയർത്തപ്പെടുന്നവന് ഒരിക്കൽ പോലും ആ വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിപ്പാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് നമുക്കിവിടെ. അതാണ് അവൻ്റെ നാമത്തെ അറിയുന്നവരുടെ ഏറ്റവും വലിയ സവിശേഷത, ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് നമ്മളിൽ ആ സ്വഭാവം വളരണം പ്രിയമുള്ളവരെ. ഇന്ന് എന്നിലും നിങ്ങളിലും ആ സ്വഭാവ ഗുണത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം. എങ്കിൽ മാത്രമേ നമ്മുടേതായ ഉയർച്ചയ്ക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. ഇന്ന് അനേകർ ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ സമസൃഷ്ടങ്ങളോട് അല്ലെങ്കിൽ അവർക്കൊരവസരങ്ങളെ ലഭിക്കുമ്പോഴോ അവർ ചെയ്യുന്നതായ പ്രതികൂലം അല്ലെങ്കിൽ പ്രതികാര മനോഭാവത്തെ പലപ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. കർത്താവ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ സമസൃഷ്ടങ്ങളോട് സഹതാപം കാണിപ്പാൻ മാത്രമല്ല, സഹാനുഭൂതി കാണിപ്പാൻ കൂടി കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പതി മാത്രമല്ല നമുക്ക് വേണ്ടുന്നത്, എമ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാനുഭൂതി. അവരെ അറിയുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ സഹതാപം എന്ന് പറയുന്നത് ഒരു വികാരം മാത്രമാണ്. എന്നാൽ സഹാനുഭൂതി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അവിടെയാണ് ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് സഹതാപമല്ല കാണിക്കുന്നത്, മറിച്ച് സഹാനുഭൂതി, എമ്പതിയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ തൻ്റെ സഹോദരങ്ങളെ വലിയ തകർച്ചയിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായിട്ട്, ശത്രുക്കളായി തീർന്നവരെ മിത്രങ്ങളാക്കി അവരെ കരുതുവാനുള്ളതായ ഒരു വലിയ പ്രവൃത്തിയാണ് യോസഫ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ജോസഫിൻ്റെ ഈ സ്വഭാവം ഇടയായിട്ട് തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ചില ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടാകാം, നമ്മെ കരുതേണ്ടവർ മാറി നിന്നിട്ടുണ്ടാകാം, നമ്മൾ കരുതിയവർ നമ്മളെ നിന്ദിച്ചിട്ടും തകർത്തിട്ടുമുണ്ടാകാം. പക്ഷെങ്കിൽ ദൈവമക്കളുടെ പ്രത്യേകത പ്രതികാരമല്ല, മറിച്ച് ജോസഫ് നമുക്ക് തരുന്നതായ ആ വലിയ നന്മയുടെ പാഠത്തെ നമ്മൾ ഏറ്റെടുക്കണം പ്രിയമുള്ളവരെ. ഇത്രയും തന്നെ തകർക്കുവാൻ ശ്രമിച്ചവരോട് താൻ എത്ര സ്നേഹത്തോടെ ദൈവിക സ്വഭാവത്തോടെ പ്രതികരിച്ചതിൻ്റെ ഫലമായി നമ്മൾ കാണുന്നു, ആ യാക്കോബിന് തൻ്റെ പിതാവിൻ്റെ ആ വലിയ സ്നേഹത്തെ, നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ തിരികെ കൊടുക്കുന്നു. നഷ്ടപ്പെട്ടു പോയതായ ബന്ധങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇന്ന് ഞാനും നിങ്ങളും ഈ വചനങ്ങളൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് നമ്മളെ ഒന്ന് ഒരു ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എവിടെയെങ്കിലും ഏതെങ്കിലും ബന്ധങ്ങൾ തകർന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് തകർച്ചയുടെ വക്കിലായിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആരോടെങ്കിലും കയ്പോ പിണക്കോ ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്ക് ആരോടും പിണക്കമില്ല, പക്ഷെങ്കിൽ അവർക്കാണ് എന്നോട് എന്ന് തോന്നുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ഇവിടെ ഈ ജോസഫിൻ്റെ അനുഭവം നമുക്കൊരു വലിയ പാഠമാണ്. നമ്മുടെ ഉയർച്ചയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ദൈവത്താൽ നമ്മൾ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ഈ ദൈവിക സ്വഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും ക്ഷമിച്ച്, എല്ലാവരോടും കരുണ കാണിച്ച്, സമസൃഷ്ടങ്ങളോട് സഹാനുഭൂതി കാണിച്ച്, ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തി, ഉയർത്തേണ്ടവരെ ഉയർത്തി, സഹായിക്കേണ്ടവരെ സഹായിച്ച്, അങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിലൂടെ ജീവിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഇന്ന് ഓരോ ഇടങ്ങളിലും ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ എൻ്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. എന്തിനാണ് ഉയർത്തുന്നത്? എന്നിലൂടെ എൻ്റെ ചുറ്റുപാടുമുള്ളവർ, എന്നിലൂടെ ചിലരെങ്കിലും ഈ ദൈവസ്നേഹത്തെ അറിയുവാൻ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ സ്വഭാവത്തിലൂടെ അറിയുവാനായിട്ട് ഇടയായിട്ട് തീരണം. അതിനുവേണ്ടി നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജോസഫിൻ്റെ സ്വഭാവത്തെ ഞങ്ങളിലേക്ക് നൽകണമേ. സഹോദരങ്ങളോട്, ദുഷിച്ചവരോട്, ചതിച്ചവരോട് കർത്താവെ പ്രതികാരം ചെയ്യാതെ അവരോട് സഹതാപം കാണിച്ച്, സഹാനുഭൂതി കാണിച്ച് അവരെ അവരുടെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ചതുപോലെ കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റിനും ഞങ്ങളെ നിന്ദിച്ചവർ, ഞങ്ങളോട് പ്രതികൂലമായിട്ട് നിന്നവരോട് ഒക്കെ ക്ഷമിപ്പാനായിട്ട്
തകർന്ന ചില ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുവാനായിട്ട് കർത്താവെ ഈ ബൈബിൾ പഠനം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. നല്ലൊരു തീരുമാനമെടുപ്പാനായിട്ട് സഹായിക്കണമേ. വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു അനുഭവ സാക്ഷ്യത്തോടെ നിലനിൽപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. തകർക്കുവാനല്ല, ഒരുമിപ്പാനായിട്ട്. കർത്താവെ ആരെയും തള്ളിക്കളയുവാനല്ല, ചേർത്ത് നിർത്തുവാനായിട്ട് പഠിപ്പിച്ച കർത്താവിൻ്റെ സ്വഭാവത്തിൽ ഞങ്ങൾക്കും വളരുവാൻ ഇടയാക്കണം. കൃപ കൂടെയിരിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.